പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം തിരുവചനം. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ കടന്നു വരാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് രോഗങ്ങൾ. അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തും. പുറപ്പാട് പുസ്തകത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച ആരും തന്നെ നിരാശരായിട്ട് മാറിയിട്ടില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ICUയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരപ്പച്ചൻ, ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യതയില്ല. എന്നാൽ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരു വൈദികനെ വിളിച്ച് രോഗീലേപനം കൊടുത്ത് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. രോഗീലേപനം കൊടുത്ത് കഴിഞ്ഞ് ആ ദിവസം തന്നെ ഡോക്ടർമാരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഈ അപ്പച്ചൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം വീണ്ടും കുറേ നാളുകൾ സുഖമായിട്ട് ജീവിച്ചു. വീണ്ടും പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിലേക്ക് ഈ അപ്പച്ചൻ വീണു. പെട്ടെന്ന് വീണ്ടും ഹോസ്പിറ്റലൈസ്ഡായി. ഈ കുടുംബക്കാർ വീണ്ടും ഓടിച്ചെന്ന് ഈ അപ്പച്ചന് രോഗീലേപനം കൊടുക്കാനായിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ടുപോയി. അച്ഛൻ ചെന്നു രോഗീലേപനം കൊടുക്കും. അടുത്ത ദിവസം കഴിയുമ്പോൾ ഈ അപ്പച്ചൻ ഊർജ്ജസ്വലതയോടെ ICUയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കടന്നു വരുന്ന അവസ്ഥ. അങ്ങനെ ഇത് പല പ്രാവശ്യം ഇത് സംഭവിച്ചു. ആ കുടുംബം പറയുന്നത്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രോഗീലേപനത്തിലൂടെ ഈ അപ്പച്ചന് കിട്ടുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവർ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഉടനെ തന്നെ അവർ ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടി ഒരു വൈദികനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് രോഗീലേപനം കൊടുക്കും. ഈ അപ്പച്ചൻ ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുകയാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ നമ്മൾ ശാരീരികമായി, മാനസികമായി, ആത്മീയമായൊക്കെ തളർന്നു പോകുന്ന അവസ്ഥകൾ, രോഗപീഠകളുണ്ടാകുമ്പോൾ തളർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ നിരാശരാകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന സംവിധാനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് നമ്മൾ ആശ്രയം അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗശാന്തി ലഭിക്കുമെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 30-ാം സങ്കീർത്തനത്തിലെ 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തകൻ്റെ മനോഭാവത്തോടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ നിരാശരാകാതെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അവിടെ കർത്താവ് തൻ്റെ ശക്തി അയച്ച് നമ്മെ സുഖപ്പെടുത്തി നമ്മളെ ബലമുള്ളവരാക്കി മാറ്റും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 15 ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും പാപമോചനവും അനേകരുടെ ജീവിതങ്ങളിൽ രോഗശാന്തിക്ക് കാരണമായിട്ടുണ്ട്. സൗഖ്യം ലഭിച്ച സംഭവങ്ങൾ, സാക്ഷ്യങ്ങളുണ്ട്. മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, 5-ാം അധ്യായത്തിൽ 25 മുതൽ 34 വചനങ്ങളിൽ 12 വർഷമായി രക്തസ്രാവക്കാരിയായ സ്ത്രീ, അവൾ പല വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോയി. അവളുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും ഈ വൈദ്യന്മാർക്ക് കൊടുത്ത് രോഗശാന്തിക്ക് വേണ്ടി കാത്ത് കടന്നുപോയി. പക്ഷേ രോഗശാന്തി ലഭിച്ചില്ല. എന്നാൽ അവൾ യേശുവിനെക്കുറിച്ചറിഞ്ഞു. അവളുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് തുടങ്ങി. അവൾ വിശ്വാസത്തോടെ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, കർത്താവായ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ആ വിളിമ്പിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അവളുടെ വിശ്വാസം ആഴമുള്ളതായിരുന്നു. അവൾ വിശ്വസിച്ചു. അവൾ മനസ്സിലത് കണ്ടു. അവളുടെ ഈ രോഗത്തിൽ നിന്ന് 12 വർഷക്കാലമായി ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന നിലയ്ക്കാത്ത ആ രക്തസ്രാവം
ആ നിമിഷം അവൾ വിശ്വസിച്ച് അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊടുവാനായിട്ട് തയ്യാറായപ്പോൾ അവിടെ സൗഖ്യം ഒഴുകിയിറങ്ങി. പ്രിയമുള്ളവരെ, ഈശോ അവളോട് പറയുന്ന ഇതാണ്: മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് രോഗി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇതുപോലുള്ള സൗഖ്യം കർത്താവ് നമ്മുടെ മേൽ വർഷിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി മനുഷ്യരിൽ ആശ്രയിക്കുന്ന മനോഭാവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് പല അവസരങ്ങളിലും നമുക്ക് രോഗശാന്തിക്ക് അത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. സങ്കീർത്തനം 118 8-ാം വചനം ഇപ്രകാരമാണ്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ്. വീണ്ടും കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 9 മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്നും ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടിയാണ്. ചില അവസരങ്ങളിൽ ചിലർ രോഗികളായിത്തീർന്നു. പിന്നെ പ്രാർത്ഥിച്ച് ദൈവാനുഭവത്തിൽ വന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ വലിയ രോഗശാന്തി അനുഭവത്തിലേക്ക് കടന്നു വന്നു സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കുകയാണ്. അവരൊക്കെ പറയുവാനായിട്ട് അവർക്കുള്ള ഒരു ബോധ്യം ഇതാണ്: ഞങ്ങൾ ദൈവത്തെ അറിയുവാൻ ഞങ്ങളുടെ രോഗങ്ങൾ കാരണമായി. ജീവിതത്തിൽ പ്രയാസങ്ങൾ, തകർച്ചകൾ, രോഗങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ ഉണ്ടായി, സൗഖ്യം ലഭിച്ചു, രോഗശാന്തി ലഭിച്ചു എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടിയാണ്. ഒരു കാലത്ത് സമ്പത്തിൽ ആശ്രയിച്ച് ജീവിച്ച് സമ്പത്താണ് വലുതെന്നുള്ള ചിന്തയോടെ ജീവിച്ചവർ പെട്ടെന്നൊരു രോഗം വന്നു കഴിയുമ്പോൾ ആ രോഗത്തിൽ നിന്ന് അവർ മുക്തി നേടാൻ തങ്ങളുടെ സമ്പത്തിന് കഴിയുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവർ കർത്താവിൻ്റെ മുമ്പിൽ അടിയറ വെച്ച് തങ്ങളുടെ ജീവിതവും സമ്പത്തുമെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവമേ, നിനക്ക് മാത്രമേ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, നീ മാത്രമാണ് സൗഖ്യദായകനെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആ രോഗത്തിൽ നിന്ന് രോഗശാന്തിയും സൗഖ്യവും ലഭിച്ചു. പ്രിയമുള്ളവരെ, എന്നിട്ട് അവർ പറയുന്നത്, ഈ സമ്പത്തിൽ ആശ്രയിച്ച് ജീവിച്ച നാളുകളിൽ ഞങ്ങൾ ദൈവത്തെ വിളിക്കാൻ മറന്നുപോയി. എന്നാൽ ഇന്ന് ഈ രോഗം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് സൗഖ്യം കിട്ടി. ഇപ്പോൾ ഞങ്ങൾ ഇനി ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കും, ദൈവത്തിനായിട്ട് ഞങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ പല സംഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 തരത്തിൽ രോഗം വരുമ്പോൾ 2 തരത്തിലുള്ള സമീപനങ്ങൾ എടുത്ത വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 1 മുതൽ 32 വരെയുള്ള വചനങ്ങളിലും, അതുപോലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലും നമ്മൾ ഒരു രാജാവിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. ഹെസക്കിയാ രാജാവ് രോഗം ബാധിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു വ്രണമുണ്ടാകുന്നു. അതിനുശേഷം ആ വ്രണം സുഖപ്പെടാതെ അത് പൊട്ടി ഒലിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം മരിക്കും എന്നുള്ളൊരു സന്ദർഭമെത്തി. യേശയ്യാ പ്രവാചകൻ ചെന്ന് ഹെസക്കിയാ രാജാവിനോട് പറഞ്ഞു, നീ നിൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഹെസക്കിയാ കർത്താവിൽ ആശ്രയിച്ച ജീവിതമായിരുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ ഹെസക്കിയാ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വചനം പറയുകയാണ്, ഹെസക്കിയാ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവം കണ്ടു, അവനെ സുഖപ്പെടുത്തി. അവൻ്റെ ആയുസ് 15 വർഷക്കാലം നീട്ടിക്കൊടുത്തു. കാരണം ഹെസക്കിയാ ഈ യേശയ്യാ പ്രവാചകനിൽ നിന്ന് തിരിച്ചറിഞ്ഞു, ഇനി തൻ്റെ ജീവിതം ഇതാ മരണത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. ആ നിമിഷം തന്നെ ഹെസക്കിയാ രാജാവ് കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹെസക്കിയയ്ക്ക് വേണമെങ്കിൽ നിരാശപ്പെടാം. ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞിരിക്കുക, നിൻ്റെ ജീവിതം ഇതാ അവസാനിക്കാൻ പോവുകയാണ്, ഇനി നീ രോഗത്തിൽ മരണത്തിലെ അവസാനിക്കൂ എന്ന് പറഞ്ഞു. നിൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ നീ ക്രമപ്പെടുത്തിക്കൊള്ളുക. എന്നിട്ടും പ്രിയമുള്ളവരെ, ഈ ഹെസക്കിയാ രാജാവ് അവൻ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ കണ്ണുനീരിന് ഉത്തരം കൊടുത്തു. യേശയ്യാ പ്രവാചകനോട് തന്നെ പറഞ്ഞു, തിരിച്ചുപോയി അവനെ സൗഖ്യപ്പെടുത്തിയതായിട്ട് പറയുക, അവന് സൗഖ്യം കൊടുക്കുവാനായിട്ട് നീ നിലപാടുകൾ എടുക്കുക. അവൻ്റെ ആയുസ് 15 വർഷക്കാലം നീട്ടിക്കൊടുത്തിരിക്കുന്നു. ദൈവം വീണ്ടും യേശയ്യാ പ്രവാചകനോട് ഹെസക്കിയാ രാജാവിനോട് ചെന്ന് പറയാനായിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമയം ഹെസക്കിയാ ആ തകർന്ന അവസ്ഥയിൽ മരണത്തെ മുന്നിൽ കണ്ട നിമിഷത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യാചിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന
കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹമായി ഉത്തരമായി മാറി. രോഗം ഉണ്ടാകുമ്പോൾ, തകർന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, വൈദ്യശാസ്ത്രം നിന്നെ കൈവിടുമ്പോൾ നീ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ ഇടപെടൽ ഹെസക്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ നിൻ്റെ ജീവിതത്തിലും ഇടപെടും. മറ്റൊരു സംഭവം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ ആസാ രാജാവിനെക്കുറിച്ച് പറയുകയാണ്. ഈ ആസാ രാജാവിൻ്റെ ജീവിതത്തിലും ഒരു തകർച്ച, ഒരു രോഗമായിട്ട് കടന്നു വരികയാണ്. 39-ാമത്തെ ഭരണവർഷത്തിലാണ് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടതെന്ന്. അദ്ദേഹത്തിൻ്റെ കാലിൽ രോഗം, ഒരു വ്രണമുണ്ടായി, അത് മൂർച്ഛിച്ചു. പിന്നെ അവൻ ദൈവത്തിൽ വിളിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ വൈദ്യന്മാരിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വൈദ്യന്മാരിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവന് സൗഖ്യം ലഭിക്കാതെ 3 വർഷക്കാലം ഇങ്ങനെ രോഗിയായി തന്നെ ഹെസക്കിയ കടന്നു. ഈ 3 വർഷക്കാലം ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, ഹൃദയമുയർത്തി, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഹെസക്കിയായ്ക്ക് 41-ാമത്തെ വർഷം മരിക്കേണ്ടി വരുമായിരുന്നില്ല. 39-ാമത്തെ വർഷം, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ 39-ാമത്തെ വർഷം കാലിൽ വ്രണം ബാധിച്ചു, രോഗം ബാധിച്ചു. ആ നിമിഷം മുതൽ അദ്ദേഹം വൈദ്യന്മാരിൽ മാത്രം ആശ്രയിച്ചു. വൈദ്യന്മാരിൽ ആശ്രയിക്കേണ്ട എന്നല്ല, വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നതോട് ദൈവത്തിലാണ് ആശ്രയം വയ്ക്കേണ്ടത്. മറ്റുള്ളതൊക്കെ ഒരു മീഡിയ മാത്രമാണ്, കാരണം ഒരു മാധ്യമം മാത്രമാണ്. സൗഖ്യപ്പെടുത്തുന്നത് കർത്താവാണ്. മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, ദൈവമാണ് സൗഖ്യപ്പെടുത്തുന്നതെന്നുള്ള തിരിച്ചറിവില്ലാതെ ഈ ആസാ രാജാവ് വൈദ്യന്മാരെ മാത്രം, ഓരോ വൈദ്യന്മാരെ മാറി ഇങ്ങനെ പരിചരിക്കാൻ നോക്കി. പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടു. 41-ാം വർഷം ഈ ആസാ രാജാവ് മരണമടയുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലാസർ മരണമടഞ്ഞുവെന്ന് സഹോദരിമാർ ഈശോയെ അറിയിക്കുകയാണ്. ലാസർ മരിച്ചു എന്ന് അറിയുമ്പോൾ ഈശോ ആ കുടുംബവുമായിട്ട് വലിയ ബന്ധം, സ്നേഹമുണ്ടായിരുന്നു. അവിടുന്ന് ഈ മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ ലാസറിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുമായി സ്നേഹ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. തൻ്റെ സുഹൃത്ത് മരിച്ചുവെന്ന്, തൻ്റെ സ്നേഹിതൻ മരിച്ചുവെന്ന് ഈ മാർത്തായും മറിയവും കർത്താവിൻ്റെ മുമ്പിലേക്ക് അറിയിക്കുകയാണ്. എന്നാൽ ആ നിമിഷം അത് വന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ കേട്ടുകൊണ്ട് ഇരുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം. യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ചില രോഗങ്ങൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിളംബരം ചെയ്യുവാൻ, പ്രഖ്യാപിക്കുവാൻ, വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന രോഗശാന്തികൾ ദൈവം അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, പ്രത്യാശയോടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാതെ അത് നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെട്ടാൽ അവിടെ അത്ഭുതം സംഭവിക്കുകയില്ല. രോഗശാന്തിക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ഒത്തിരി പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ വലിയ രോഗശാന്തികൾ നടന്നു കഴിയുമ്പോൾ അവർ പിന്നെ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നവരായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും. നിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗപീഠകൾ കടന്നു വരുമ്പോൾ നീ ദൈവത്തോട് പറയണം, ദൈവമേ, നിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുവാൻ, നിൻ്റെ മഹത്വം ഈ ലോകത്തോട് പ്രഘോഷിക്കുവാൻ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എൻ്റെ മനസ്സിനെ, ശരീരത്തെ, ആരോഗ്യത്തെ നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗഖ്യം നൽകും. കാരണം രോഗശാന്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യത്യസ്തങ്ങളായ രീതിയിലൂടെയാണ് ദൈവം വർഷിക്കുന്നത്. നല്ല കുമ്പസാരത്തിലൂടെ രോഗശാന്തി ലഭിച്ച അനേകം സാക്ഷ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള രോഗപീഠകളാൽ ഹോസ്പിറ്റലായി അവസാനം അവർ പാപത്തെക്കുറിച്ച് അനുതപിച്ചു. നല്ല കുമ്പസാരം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ശരീരത്തിലെ മരുന്നുകൾ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് രോഗശാന്തി ലഭിച്ച സാക്ഷ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് രോഗശാന്തി നൽകുവാനായിട്ടുള്ള ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് കുമ്പസാരം എന്ന കൂദാശയെ വികൃതമാക്കുന്ന രീതിയിൽ, വികലമാക്കുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്ന് ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ശബ്ദത്തിന് അടിമപ്പെടാതെ, ലോകത്തിലെ മനുഷ്യൻ്റെ വിമർശനങ്ങൾക്ക് അടിമപ്പെട്ട് ഈ കൂദാശയിൽ നിന്ന് ഓടി ഒളിക്കാതെ ഈ കൂദാശയെ നമ്മൾ അഭയം പ്രാപിച്ചാൽ രോഗശാന്തി ലഭിക്കും.
പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള ദൈവകൃപ കുമ്പസാരം എന്ന കൂദാശയിൽ നമുക്ക് ലഭിക്കും. ശരീരത്തിൽ, മനസ്സിന്, ആത്മാവിന്, ബന്ധത്തിന് ഏതെങ്കിലുമൊക്കെ രോഗപീഠകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കുമ്പസാരമെന്ന നല്ല കുമ്പസാരമെന്ന കൂദാശയിലൂടെ സൗഖ്യം ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മാർക്കൂസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, 4 പേരെ തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ ഈ 4 പേര് കൊണ്ടുവരികയാണ്. ഈ 4 പേര് അവരുടെ വിശ്വാസവും അവർ കട്ടിലിൽ ഇവനെ പൊക്കി കിടത്തി കൊണ്ടുവന്ന് ഈശോയുടെ അരികിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. യേശു ആ നിമിഷം തളർവാദ രോഗിയോട് പറഞ്ഞെന്താ, നീ മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ചില രോഗങ്ങൾ പാപത്തിൻ്റെ പരിണിത ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ രോഗങ്ങളുമല്ല, ചില രോഗങ്ങൾ പാപത്തിൻ്റെ പരിണിത ഫലമാണ്. അവിടെ സൗഖ്യം ലഭിക്കണമെങ്കിൽ നല്ല കുമ്പസാരം നടത്തിയേ മതിയാവൂ. നീ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഏത് വൈദ്യന്മാരുടെ അടുക്കൽ പോയാലും, ഏത് വിദഗ്ധ ചികിത്സകളുടെ പിന്നാലെ പോയാലും, നീ നല്ല കുമ്പസാരം നടത്തി നിൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാതെ നീ ചികിത്സകളിൽ കൂടെ കടന്നു പോയാൽ ആ ചികിത്സകളൊന്നും നിനക്ക് സൗഖ്യം തരുകയില്ല. രോഗശാന്തി ലഭിക്കണമെങ്കിൽ നീ നല്ല കുമ്പസാരം നടത്തി ചികിത്സയ്ക്ക് പോയാൽ അവിടെ അത്ഭുതം സംഭവിക്കും. സങ്കീർത്തനം 103-3 വാക്യം, അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗം സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗം സുഖപ്പെടുത്തുന്നു. സങ്കീർത്തനം 103:3. എങ്ങനെയാണ് ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്? കർത്താവ് കാൽവരി ബലിയുടെ ശക്തിയാലാണ് ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇന്ന് അനേകർ അവരുടെ രോഗപീഠകളുടെ അവസരങ്ങളിലൊക്കെ സൗഖ്യത്തിലേക്ക് കടന്നു വന്നിട്ട് അവർക്ക് പറയാനുള്ള സാക്ഷ്യം, അവർ പറയുന്നത്, കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ മനസ്സിൽ കണ്ട് അവൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ തിരുമുറിവുകളോട് ഞങ്ങളുടെ വേദനകൾ, രോഗങ്ങൾ, സഹനങ്ങൾ ചേർത്ത് വെച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ രോഗശാന്തി ഞങ്ങൾക്ക് ലഭിച്ചു, സൗഖ്യം ഞങ്ങൾക്ക് ലഭിച്ചു, വിടുതൽ ഞങ്ങൾക്ക് ലഭിച്ചു. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ സഹനങ്ങൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ ആ മുറിവുകളിൽ നിന്ന് സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പീഡാസഹനങ്ങളെ മനസ്സിൽ കണ്ട് അനുതപിച്ച് പശ്ചാത്താപത്തോടെ നല്ല കുമ്പസാരം നടത്തി നമ്മൾ സൗഖ്യത്തിനായി, രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ രക്തം നിന്നെ സൗഖ്യപ്പെടുത്തും. അവൻ്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകൾ, മുറിവുകൾ നിൻ്റെ ജീവിതത്തിൽ സൗഖ്യമായി ഒഴുകിയിറങ്ങും. മറ്റൊന്ന്, വചനത്തിലൂടെ ദൈവം രോഗശാന്തി നൽകും. അനുദിന ജീവിതത്തിൽ ദൈവവചനം വായിച്ച് ആ വചനത്താൽ നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ശരീരത്തിലെ രോഗങ്ങൾ വിട്ടുപോകും. സങ്കീർത്തനം 107:17-20 വാക്യങ്ങളിൽ, സങ്കീർത്തനം 107:17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങൾ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണങ്ങളും വെറുത്തു. അവർ മൃത്യുകവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയമുള്ളവരെ, രോഗ അവസ്ഥകളിൽ, വേദനകളിൽ അപ്പോൾ നമ്മൾ നിലവിളിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിച്ച് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വചനത്താൽ നമ്മെ സൗഖ്യപ്പെടുത്തും. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. നിരന്തരം വചനം വായിച്ച് പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങൾ. പല ക്യാൻസർ രോഗങ്ങൾ പോലും നിരന്തരമായ വചനധ്യാനത്തിലൂടെ, വചന പ്രാർത്ഥനയിലൂടെ സൗഖ്യത്തിൻ്റെ തീരത്തെത്തിയ സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം കർത്താവ് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പറയുക, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ചിലരെ ഒരുപക്ഷെ മരുന്നിലൂടെ
ലേപന ഔഷധത്തിലൂടെ താൽക്കാലികമായ സുഖങ്ങൾ കടന്നു വരും. എന്നാൽ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്. അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, വചനം വച്ച് പ്രാർത്ഥിച്ച് മരുന്നുകൾ കഴിക്കുമ്പോൾ, ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് വചനം വച്ച് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുമ്പോൾ വലിയ രോഗശാന്തികൾ ലഭിച്ച സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നല്ല കുമ്പസാരവും വചനവായനയും സൗഖ്യത്തിന് ഒരടിസ്ഥാന ഘടകമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 42:15 കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കാരണം വചനത്തിന് ശക്തിയുണ്ട്. ആകാശത്തു നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഈ ഭൂമിയിൽ കടന്നു വന്ന് നമ്മുടെ ഈ ഭൂമിയെ തണുപ്പിച്ച് ഈ സസ്യങ്ങൾ മുളപ്പിച്ച് വിത്തിനെയൊക്കെ മുളപ്പിച്ച് അത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വചനവും. കാരണം ദൈവത്തിൻ്റെ വചനം എവിടെ വീണാലും അവിടെ ഫലമുണ്ടാകും. അത് നിലത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. അവിടെ നിന്ന് കാണുന്നില്ലേ 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന വചനത്തിൻ്റെ ശക്തി. അപ്പോൾ നമ്മുടെ ഒരുക്കം പോലെ ഇരിക്കും. പ്രാർത്ഥിച്ച് ഒരുങ്ങി നന്നായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി വചനം വായിച്ചു കൊണ്ടിരുന്നാൽ അത് സൗഖ്യമായിട്ട് മാറും. കാരണം അത് വലിയൊരു ശക്തിയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 21-ാം വാക്യവും 22-ാം വാക്യവും പ്രിയമുള്ളവരെ ഈ ഒരു യാഥാർത്ഥ്യമാണ് പഠിപ്പിക്കുന്നത്. വചനം നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിൽ ഔഷധവുമാണ്. നമ്മൾ വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഔഷധമായി മാറും. നമ്മൾ വചനം വായിച്ച് ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും നമ്മുടെ ആ വചനമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സൗഖ്യമുണ്ടാകും. ബോധമനസ്സിലും ഉബോധമനസ്സിലും അബോധമനസ്സിലും ഈ വചനം നിറഞ്ഞു കിടക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിന് സൗഖ്യമുണ്ടാകും. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയണം, രോഗി ലേപനം സൗഖ്യം നൽകുന്നതാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 14 നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഈ തിരുവചനത്തിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ആ വാർദ്ധക്യത്തിലായിരുന്ന അപ്പച്ചൻ്റെ കാര്യം എത്രയോ പ്രാവശ്യമാണ് രോഗീലേപനത്തിലൂടെ അദ്ദേഹം മരണത്തിൻ്റെ കയത്തിൽ നിന്ന് തിരിച്ച് ജീവനിലേക്ക് വന്ന സാക്ഷ്യം. അപ്പോൾ രോഗീലേപനത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ സഭയിലെ ശ്രേഷ്ഠന്മാരെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ച് രോഗികൾക്ക് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി രോഗീലേപനം പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ കർത്താവിൻ്റെ സൗഖ്യം ഒഴുകിയിറങ്ങും. പിന്നെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സ്പർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി ലഭിക്കും. ഇന്ന് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കിട്ടുന്നവർ അത് വച്ച് പ്രാർത്ഥിച്ച് രോഗശാന്തിയിലേക്ക് വന്ന സാക്ഷ്യങ്ങളുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തിൽ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങൾ പറയുന്നത് അത് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇരിക്കുന്ന ഇടങ്ങളാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം ഒഴുകിയിറങ്ങും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 13-ാം അധ്യായം 20-ഉം 21 വാക്യങ്ങൾ കാണുന്നുണ്ട്. ഏലീശ മരിച്ചപ്പോൾ അവർ അവനെ സംസ്കരിച്ചു. ഈ വസന്തകാല സമയത്ത് മൊവാബിയർ കൂട്ടമായി വന്ന് ഇസ്രായേലെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേലിലെ ഒരു മരിച്ച ഒരാളെ അവർ കൊണ്ടുപോവുകയാണ്. ഈ സമയത്താണ് മൊവാബിയർ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ആക്രമണ സംഘത്തെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ജഡമെടുത്ത് എലീശയുടെ കല്ലറയിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം ഈ അക്രമ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മൊവാബിയർ വന്ന് ഇസ്രായേൽക്കാരെ തകർക്കാൻ വരികയാണ്. ആ സമയത്താണ് ഇസ്രായേലിലെ ഒരുവൻ്റെ ജഡവുമായിട്ട് ഇവർ പോകുന്നത്. പെട്ടെന്ന് ഈ ശത്രുക്കളെ കണ്ടപ്പോൾ അവർ കൊണ്ടുപോയ ഈ ജഡമെടുത്ത് ഈ എലീശായുടെ കബറിടത്തിൻ്റെ മുമ്പിൽ വലിച്ചെറിയപ്പെട്ടു. അവർ വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടി. പെട്ടെന്ന് അവിടെ അത്ഭുതം നടന്ന എന്താണ്? എലീശയുടെ കല്ലറയിൽ എറിയപ്പെട്ട ഈ അസ്ഥി എലീശായുടെ അസ്ഥി സ്പർശിച്ചപ്പോൾ ഈ ജഡം ജീവൻ പ്രാപിച്ചു, എഴുന്നേറ്റിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾക്ക് അതിലൂടെ ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്തും. ലൂക്ക 18:27 പറയുന്നില്ലേ, അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് രോഗശാന്തി ലഭിക്കും. വെഞ്ചരിച്ച വെള്ളം കുടിക്കുമ്പോൾ രോഗശാന്തി ലഭിച്ച സാക്ഷ്യങ്ങളുണ്ട്. വെഞ്ചരിച്ച എണ്ണ ശരീരത്തിൽ അത് ഉപയോഗിച്ചപ്പോൾ രോഗശാന്തി ലഭിച്ച സാക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ രീതിയിൽ അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവൻ
സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. യേശു സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്, ജീവിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചില രോഗങ്ങളാൽ നീ തളർന്ന മനസ്സായിട്ടിരിക്കുന്നുണ്ടോ? ഈ വചനം, തിരുവചനത്തിലൂടെ നിൻ്റെ ജീവിതത്തെ ഒന്ന് പ്രകാശിപ്പിച്ച് വിശ്വാസത്തോടെ നീ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ ബലപ്പെടുത്തും, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ. അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ഞങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ കരം വിരിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനത്തിലൂടെയും നല്ല കുമ്പസാരത്തിലൂടെയും രോഗീലേപനത്തിലൂടെയും വിശുദ്ധരുടെ തിരുശേഷിപ്പ് സ്പർശനത്തിലൂടെയും സൗഖ്യം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.